ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ആ അമ്മാമ്മ തൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി എന്നും ആ കമ്പനിയുടെ മുമ്പിൽ പോയി ഒരു ബോർഡും പിടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ടാണ് ലീ അവരെ ആദ്യമായി ചെന്ന് സഹായിക്കുന്നത്. അവർ ക്ഷീണിച്ച് കിടക്കുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടും. തന്നെ സഹായിച്ച ആ ഓഫീസർക്ക് അവർ ഫുഡ് കൊടുത്തു വിടും. അവൻ വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവർ സ്നേഹത്തോടെ കൊടുത്തയക്കുന്നു. ശേഷം പ്രസന്റ് കാണിക്കുന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് ലീ പെട്ടെന്നൊരു പോക്ക. ബേക്ക്, നീ എവിടേക്കാ പോകണമെന്ന് ചോദിക്കും. അവൻ നേരെ ഗോങ്സിയോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവനില്ലാത്ത നേരമായിരിക്കും അത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും. ശേഷം ഡിറ്റക്റ്റീവ് സിയോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ജോങ്മാൻ്റെ ആളുകളെയൊക്കെ അടിച്ച് ഹോസ്പിറ്റലിൽ കയറ്റിയിരിക്കുകയാണ്. ലീ വിളിച്ച് അത് ലിയൂട്ടയുടെ അടുത്ത് ഗണ്ണിൻ്റെ ഓർഡർ അഡ്രസ് ലിസ്റ്റ് ഉണ്ട്, അത് നോക്കാൻ പറയും. എന്നിട്ട് അത് അവൻ്റെ നിന്ന് വാങ്ങി അത് ലീക്ക് കൊടുക്കും. എന്നിട്ട് ആ അഡ്രസ്സും ആ പെട്ടിയും ഒക്കെ കാണിച്ചു കൊടുക്കും. അതിൽ ആർക്കൊക്കെ ഈ പാർസൽ പോയേക്കുന്നതെന്ന് ആ ലിസ്റ്റിലുണ്ടാവും. അതിൽ ആ അമ്മമ്മയുടെ പേരും ഉണ്ടാകും. ആ ലിസ്റ്റിലുള്ള അഡ്രസ്സ് കണ്ടിട്ടാണ് യൂട്ടെ അവരുടെ വീട്ടിലേക്ക് ചെന്നത്. ഈ ഗൺസ് ആരാ അയക്കുന്നതെന്ന് അവർക്കറിയില്ല. എന്നാൽ ഈ ഗൺ അയക്കുന്നവൻ്റെ ഉദ്ദേശം ലൈഫിൽ ഒരുപാട് ട്രാജഡീസ് ഉള്ള ഒരാളെ കൊല്ലാൻ തന്നെ അത്രയും ദേഷ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ അഡ്രസ്സിലേക്ക് ഗൺസ് അയച്ചു കൊടുക്കുക എന്നാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഗണ്ണുള്ള ബോക്സിൽ എന്തിനാ ഈ അഡ്രസ്സ് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഗണ്ണിൻ്റെ കത്തിക്കൽ കഴിഞ്ഞാൽ വേറെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് മറ്റവരുടെ ഗണ്ണ് കൂടെ കൈക്കലാക്കാനുള്ള ടെൻഡൻസി വരും, അതിനാണ്. അങ്ങനെ ലീ പറഞ്ഞു കൊടുത്തതുപോലെയായിരിക്കും സിഒ ചീഫിൻ്റെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ലിസ്റ്റിലെ എല്ലാ വിലാസങ്ങളും പരിശോധിച്ച് അവരുടെ വീട്ടിൽ തോക്കുകളുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും അവ കണ്ടുകെട്ടാനും ചീഫ് യൂൺ ടീമിനോട് നിർദ്ദേശിക്കുന്നു. ശേഷം ലീ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തുമ്പോൾ ബേക്ക് അപ്പോഴും അവിടെയുണ്ടാകും. പോയിട്ടുണ്ടാവില്ല. കണ്ണ് തുറന്ന അവൻ, നീ എവിടേക്കാടാ പറയാതെ പോയത്? ഇത്രയും പ്രശ്നമുണ്ടായിട്ടും നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണോ? പിന്നെ ആ അമ്മമ്മ കാറിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ ഒരു റിഗ്രറ്റും ഇല്ലാതെയാണ് പോകുന്നത്. ക്യൂങ് സിക്കിനെ ലീ എന്തിനാണ് തൻ്റെ അമ്മയെ പോലെ പരിഗണിക്കുന്നത് മോൺ ബേക്ക് ചോദിക്കുമ്പോൾ കാരണം അവർ തന്നെ ഒരു മകനെ പോലെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയും. ലീ തൻ്റെ അമ്മ മരിച്ചു എന്ന് മൂൺ ബേക്കിനോട് പറയുമ്പോൾ താൻ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് മൂൺ ബേക്കും പറയുന്നു. മൂൺ ബേക്കിൻ്റെ അമ്മ ഒരു അനാഥാലയത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അവനെ വാതിൽക്കൽ ഉപേക്ഷിച്ച് പോകാനായിരിക്കും അവർ നിൽക്കുന്നത്. ആ സമയം മറ്റൊരു സ്ത്രീ വന്ന് ഞാൻ കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നു. അനാഥാലയത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുമെന്നും അവനെ നന്നായി നോക്കിക്കോളാമെന്നും പറയുന്നു. എന്നിരുന്നാലും ആ സ്ത്രീ അവയവക്കടത്തുകാരുടെയും മനുഷ്യക്കടത്തുകാരുടെയും ഒരു സംഘത്തിലെ ഭാഗമാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു കണ്ണ് പൈസയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യേണ്ടതായുണ്ട്. അതിന് പറ്റിയ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബേക്കിനെ അവർ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവൻ്റെ ഒരു കണ്ണ് കാശിന് വേണ്ടി അവരെടുക്കും. അതൊക്കെ കഴിഞ്ഞ് അവനെ US അയക്കും. അവിടെ വേറെ കടത്തുകാർക്ക് വിൽക്കും അവനെ, ഓർഗൻസ് എടുക്കാനായി. പക്ഷെ ഭാഗ്യവശാൽ FBI അവനെ രക്ഷിക്കുന്നു. ഇതൊക്കെ അവൻ ലിയോട് പറയുന്നതായിരിക്കും. ശേഷം ഗ്യൂജിനെ ആ ബുള്ളീസ് വീണ്ടും ശല്യം ചെയ്യുന്നത് തുടരും. പക്ഷെ അവൻ തോളത്ത് നിന്ന് ആ കൈ എടുപ്പിക്കും. ഞാൻ എന്തിനാ നീ പറയുന്നത് അനുസരിക്കുന്നത്? അപ്പോൾ അവന്മാർ വീണ്ടും ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. ആ നേരം അവിടെയുള്ള സാറ് വന്ന് എല്ലാവരോടും ക്ലാസ്സിൽ കയറാനായി പറയും. എന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ടും അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ്റെ സീറ്റിൽ ചവിട്ടാൻ തുടങ്ങും. അപ്പോൾ ക്ലാസ്സിലേക്ക് ടീച്ചർ വരും. അപ്പോൾ ആ ബുള്ളി ഒരു ബ്ലേഡ് എടുത്ത് ഗ്യൂജിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പറയുന്ന പോലെ അനുസരിച്ചോണമെന്ന് പറഞ്ഞ്. എന്നിട്ട് അവൻ്റെ ബാക്കിൽ വരഞ്ഞ് സ്ക്രാച്ച് ആക്കാൻ തുടങ്ങും. പെട്ടെന്ന് അവൻ എണീറ്റ് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. മറ്റൊരിടത്ത് യൂട്ടെ കാരണം ലീ തൻ്റെ സ്ഥലത്തേക്ക് വന്ന തൻ്റെ ആളുകളെ ആക്രമിച്ചതിൽ ഗോങ്സിയോക്കിന് നല്ല ദേഷ്യമുണ്ട്. അവൻ ഇവന് വേണ്ടി പണിയെടുത്തിരുന്നാണല്ലോ. ആ അമ്മമ്മയെ ഉപദ്രവിച്ചത് കൊണ്ടാണ് ലീ അവിടെ പോയി അവരെ അടിച്ചത്. ജോങ്മാൻ്റെ ആളുകളിൽ ഒരാളായ യൂട്ടെയെ സിയോക്കിൻ്റെ അസിസ്റ്റൻ്റ് തിരിച്ചറിയുന്നു. ഇവനെ നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ജോങ്മാൻ്റെ ആളാണെന്ന് പറയുന്നു. ശേഷം യൂട്ടെയെയും ആളുകളെയും കാണാൻ ജോങ്മാൻ ആശുപത്രിയിലേക്ക് പോകുന്നു. യൂട്ടെ എടുത്ത ലീയുടെ ഫോട്ടോ നോക്കി അവൻ അന്വേഷിച്ചിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ട് നേരെ ലിഫ്റ്റ് തുറക്കുമ്പോൾ കാണുന്നത് മുമ്പിൽ ലീയെയും ബേക്കിനെയുമാണ്. അവൻ പെട്ടെന്ന് ടെൻഷനാവും. അങ്ങനെ അവർ 3 പേരായിരിക്കും ലിഫ്റ്റിലുണ്ടാവുക. ലീക്ക് ഒരു കോള് വരും. ആ സമയം ജോങ്മാൻ പതുക്കെ കത്തിയെടുക്കുന്നത് ബേക്ക് കാണുന്നുണ്ട്.
അവൻ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കയറി നിൽക്കും. അവൻ ഇടപെട്ടത് കൊണ്ട് തന്നെ അവൻ്റെ കാര്യം നടക്കില്ല. അങ്ങനെ പുറത്തെത്തിയ ബെയ്ക്കിനെ ജിയോങ്ങിനെ പരിചയപ്പെടുത്തും. ബെയ്ക്ക് ടാറ്റയും കൊടുത്ത് അവനെ യാത്രയാക്കുന്നു. എന്നിട്ട് ജോങ്മാൻ്റെ ആളുകൾ ലീയുടെ കാറിനെ ഫോളോ ചെയ്യും. അതിനിടയിൽ ഗോങ് സിയോക്ക് അവനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അയാൾ നല്ല ചീത്ത പറയും. നീ എവിടെ ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ നിന്നെ കാണണമെന്ന് പറയും. ഇതോടെ വണ്ടി തിരിക്കാൻ പറയും. ശേഷം മൂൺബേക്ക് അവൻ്റെ കാറിൻ്റെ കീ വേറൊരാളെ ഏൽപ്പിച്ച് നേരെ ഒരു റോൾസ് റോയ്സിൽ കയറും. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലും. അവൻ ഭയങ്കര സെറ്റപ്പായിരിക്കും. ചുറ്റിനും അവൻ്റെ ആളുകൾ. യഥാർത്ഥത്തിൽ ഇവനാണ് ഈ ഗൺസ് എല്ലാം ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവനാണ് അതിൻ്റെ തലവൻ. ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ചെറുപ്രായത്തിൽ US-ൽ വെച്ച് തൻ്റെ അവയവങ്ങൾ ശേഖരിക്കാൻ നോക്കിയവന്മാരെ മൂൺബേക്ക് ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ജാക്ക് എന്ന ഗൺ ഡിസ്ട്രിബ്യൂട്ടറുമായി ആ സംഘം തോക്കുകൾക്ക് ഒരു കരാറുണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ഉള്ളിൽ വേറെയും ആൾക്കാരെ അവൻ കൊന്നിട്ടുണ്ടാവും. ചെറിയ പയ്യനാണെങ്കിലും മൂൺബേക്കിൻ്റെ ഈ പ്രവൃത്തിയിൽ ജാക്ക് ഇംപ്രസ് ആവുന്നു. അയാൾ അവനെ സ്വീകരിച്ച് അവൻ്റെ മുറിവുകൾ ചികിത്സിക്കുന്നു. ഇനി ഇതാണ് നിന്റെ വീട് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടും. പുതിയൊരു കണ്ണ് പോലും കൊടുക്കുന്നു. അങ്ങനെ ഒരു കണ്ണ് നീലയും മറ്റേത് ബ്രൗൺ കണ്ണുമായിരിക്കും. ആർക്ക് ഗൺ വേണമെങ്കിലും അവർ എന്നെ തേടി വരും. ഇതൊരു ടഫ് ബിസിനസ്സാണ്. അതുകൊണ്ടാണ് എനിക്ക് ടഫായ ആൾക്കാരെ വേണ്ടതും. നിന്നെപ്പോലെ. ജാക്കിനും ഗൺസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും പരിപാടി. എന്നിട്ടൊരു ഗണ്ണ് കൊടുത്ത് അവനെ ഷൂട്ട് ചെയ്യിക്കും. അങ്ങനെ ആ ബേക്ക് വളർന്നു വലുതായി ഇപ്പോൾ മൂൺബേക്കായി മാറിയിട്ടുണ്ടാവും. അവൻ്റെ കോണ്ടാക്ട് ലെൻസ് അവൻ ഊരും. അതിട്ടിട്ടാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. 2 കളറാണല്ലോ കണ്ണിന്. അങ്ങനെ ഈ കൊറിയയിൽ എല്ലായിടത്തും ഗൺസ് എത്തിച്ച് ഒരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും ഇവൻ്റെ ഉദ്ദേശം. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.